Welcome to CS Travel Stories. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഇന്ത്യ ഗേറ്റിലേക്ക് പോവുക. ഞങ്ങൾ വലിയ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിങ്ങിന്റെ സീറ്റിലാണുണ്ട് ഷാലറ്റ്. ഷാലറ്റ് മിണ്ടാണ്ടിരിക്കുകയാണ്. ക്വയറ്റ് ഗേളാണോ? നിങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കണം. ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്ന വഴികളൊക്കെ നിറച്ച് പച്ചപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ നല്ല കുറേ ട്രീസും എല്ലാം ഇഷ്ടമാതിരിയാണ്. കാണാനായിട്ട് നല്ല നല്ല സ്ഥലങ്ങളാണ് ഇവിടെ കുറെ കൂടെ. അത്യാവശ്യം ഡൽഹിയുടെ ക്ലീൻ ഏരിയ, കാരണം ഇത് കുറച്ചുകൂടെ ഡൽഹിയുടെ ഒരു നല്ല സ്ഥലം എന്ന് പറയാം. ഇങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയുടെ ഒരു VIP ഏരിയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യ ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റില് നല്ല തിരക്കാണ്. സൺഡേന്റെ പേര് നല്ല തിരക്കാണ്. അണ്ടർപാസ് കയറി ഇറങ്ങിപ്പോ. കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തെത്തും. നീ അവിടുന്ന് അങ്ങ് താഴെ വരാൻ അങ്ങോട്ട് നിന്ന് തിരിഞ്ഞു ഓടിച്ചല്ലോ. ഇതാണ് ഇന്ത്യ ഗേറ്റിന്റെ അവിടെ തിരക്കുണ്ടോ ദിവസം? സൺഡേ സൺഡേ തിരക്കാണ്. ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഇവിടുന്ന് ഡയറക്റ്റ് വ്യൂ ആ പാർലമെന്റിന്റെ അവിടെ കിട്ടത്തില്ലേ, രാഷ്ട്രപതി ഭവന്റെ. അത് ആ ഡയറക്റ്റ് അല്ല, മിഡിലിൽ ചെന്നൊന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഷാർലറ്റ് ഭയങ്കര ക്രൗഡാണ്. ഇന്ന് ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ്. ഇന്ന് നല്ല ക്രൗഡാണ്. ഇത്രയും ക്രൗഡാണ് ദിവസം. നോക്കാം, ഇന്ത്യ കേട്ട് നോക്കാം. ഇന്നത്തെ ദിവസം ആൾക്കാർ മൊത്തം ഇറങ്ങേണ്ടത്. സാറ്റർഡേ സൺഡേ സാറിന് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഓപ്പോസിറ്റ് സൈഡില് ദൂരെ കാണുന്നതാണ് രാഷ്ട്രപതി ഭവന്. കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, ഒത്തിരി ദൂരെ. സ്ട്രെയിറ്റ് ആണ്. ഇത് നമ്മൾ വന്ന വഴിയാണ്. ഇതിലൂടെ നമ്മൾ വന്നു. അങ്ങോട്ടൊരു ഹായ് കാണിച്ചു. അങ്ങോട്ട് നോക്കൊരു ഹായ് കാണില്ല. അപ്പനെ ഹായ്. നമ്മളിവിടെ ഒരു കേരള ഗവൺമെന്റ് അണ്ടറിലുള്ള കുടുംബശ്രീയുടെ ഒരു കഫേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാം. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും മേടിച്ചൊന്നും പോവാം. അമ്മേനെ കൊണ്ടുവന്നില്ല, അമ്മ വീട്ടിലായിരിക്കുന്നത്. നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അമ്മനെ കൊണ്ടുവന്നില്ല. നമുക്ക് എന്തെങ്കിലും അമ്മയ്ക്ക് പാഴ്സൽ ചെയ്ത് മേടിച്ചൊന്നും പോവാം. തിരിച്ചടക്ക് അപ്പനെ കൂടെ നോക്കിടക്കാം. ഒന്ന് വിളിച്ചിറങ്ങാൻ കായി തിരിഞ്ഞപ്പനെ കൂടെ നോക്കാം. ആ വരുവോ നടന്നോ. സിമ്പിളിന്റെ മറ്റേ മാപ്പ് വെച്ചേക്കുന്ന ഇവിടെ എത്തി നോക്ക്. ഇവിടുന്ന് 270 മീറ്റർ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ ഇതിലൂടെ പോകണേ നിർത്തില്ല അല്ലേ? വഴി ഒരു മിനിറ്റ് കൂട്ടാ. 270 മീറ്റർ കാണിക്കുന്നുണ്ട്. ജനസാഗരമാണ് ഇന്ത്യ ഗേറ്റ്. ഇതോട് ആൾക്കാർ എത്തിക്കാൻ Freedom fighter. Yes. പിള്ളേരെന്നാ പറഞ്ഞു? എന്നാ പറഞ്ഞു? ഇല്ല, അവരല്ലാണ്ട് വർത്താനം പറഞ്ഞതാ. എന്താ പറയണേ? എടാ ഹായ്. നീ കണ്ടോ? നീ അവിടെ വെട്ടളൊക്കെ കൊണ്ട് അവര് അതിനടിക്കുന്നേ. ഷാൾട്ട് നടന്നു.
നടന്നു പോവാം. നമ്മള് കേരള ഗവൺമെന്റ് കുടുംബശ്രീ കഫേ അന്വേഷിച്ച് നടക്കുക. ആദ്യമായിട്ട് വന്നിട്ടില്ലേ മുമ്പ്. ഇന്ത്യ ഗേറ്റ് വന്ന് പോയിരുന്നല്ലാതെ നമ്മുടെ ഈ കഫേയിലൊന്നും വന്നിട്ടില്ല. ഇത് എനിക്ക് ഒത്തിരി കാലമായിട്ടില്ല തുടങ്ങിയിട്ട് തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലും തോന്നുന്നു. നോക്കട്ടെ, നമ്മൾ അങ്ങനെ അവസാനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. കഫേ കുടുംബശ്രീ എത്തിയിരിക്കുകയാണ്. എത്ര നേരം നടന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചതല്ലേ? ശരിക്കും കുറെ തപ്പിയിട്ടാ കണ്ടുപിടിച്ചത്. വലിയ തപ്പാണെന്ന് നമ്മളിങ്ങോട്ട് ആദ്യം അതിന്റെ പേരില്ല, ഫസ്റ്റ് ടൈം അതിന്റെ പേരില്ല. ഇത് നമ്മുടെ കേരള ഗവൺമെന്റ് അണ്ടറിലുള്ള കഫേ കുടുംബശ്രീയാണ്. നമുക്കിവിടെ എന്നാ കിട്ടും നോക്കാം, മെനു നോക്കാം, എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകും ചെയ്യാം. ഇത് ഓരോ സ്റ്റേറ്റിന്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഹൈദരാബാദിയുടെ ഉണ്ട്, മധ്യപ്രദേശിന്റെ ഉണ്ട്, അരുണാചൽ പ്രദേശിന്റെ ഉണ്ട്, മധ്യപ്രദേശിന്റെ ഉണ്ട്, അരുണാചൽ പ്രദേശിന്റെ ഉണ്ട്. കണ്ടോ അപ്പുറത്തേ തൊട്ടപ്പുറത്ത് കപ്പയുണ്ട്, പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, കറിയുണ്ട്, ഫിഷ് കറിയുണ്ട്, സ്നാക്സ് ഉണ്ട്, ഷാർജ ഷേക്ക് ഉണ്ട്, ടീ കോഫി ഉണ്ട്. നമ്മളിവിടുന്ന് രണ്ട് ഷാർജ ഷേക്കും രണ്ട് പഴംപൊരി ഓർഡർ ചെയ്തു. അഫോർഡബിൾ ആണ്, വലിയ പ്ലേസൊന്നുമില്ല. നമ്മുടെ കേരള ഗവൺമെന്റ് അണ്ടറിലുള്ള കുടുംബശ്രീകളിലല്ലേ ആ കൈവച്ചെന്നെ കൈ പിടിക്കണം കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യണം. കോർപ്പറേഷൻ ഉണ്ട്, മധ്യപ്രദേശിലുണ്ട്, അങ്ങനെ അരുണാചൽ പ്രദേശിലുണ്ട്. ഷേക്ക് വരുന്നു. മേഘാലയയുടെ ഉണ്ട്. ഷാൾട്ടെ വാ, ഷാൾട്ട് അവിടെ പോയിരിക്കണം, അവിടെ പോയിരിക്കണം. അതെ, ഇരുന്നോ വേണമെങ്കിൽ അവിടെ അച്ഛ നേരം. വെയിലുണ്ട് പക്ഷേ അവിടെ. ഇവിടെ വന്നിട്ട് ഇവിടെ ഓപ്പൺ സ്പേസ് അല്ലേ, മഴ കഴിഞ്ഞോണ്ട് ഹ്യൂമിഡിറ്റി ഉണ്ട് കുറച്ച്. വീഴല്ലോ കേട്ടോ. ഇന്ത്യ ഗേറ്റിന്റെ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ കേരള ഗവൺമെന്റ് കുടുംബശ്രീ. അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ കിട്ടും. അഫോർഡബിൾ ആണ്, വലിയ കോസ്റ്റ്ലി പ്രൈസ് ആയിട്ട് തോന്നുന്നില്ല. പിള്ളേര് ഭയങ്കര ഹാപ്പി. അതെ, അവരിൽ ഓട്ടം എന്ന് പറഞ്ഞു. ക്യാൽവിൻ വാ വാ, പോയേക്കാം വാ. എന്നാ ഷാൾട്ടെ, ഓട്ടമാണോ? ഷേക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു ഷാൾട്ടെ ഷേക്ക്. വാ പോയേക്കാം വാ. ഓടിയോ ഓടിയോ, നാളെ സ്കൂളിലല്ലേ? ഓ പറക്കാൻ പോകണോ ഷാളറ്റ്? എടാ കൊത്തല്ലേ, എന്ത് ജനങ്ങളാ നോക്കി. ഇന്നത്തെ സൺഡേ അതിന്റെ പേരിൽ ദൂരം ആൾക്കാരാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നാളെ അതിന്റെ പകുതി ആൾക്കാരുണ്ടാവും. നാളെ കേട്ടോ, നാളെ അതിന്റെ പകുതി ഉണ്ടാവില്ല. നാളെ നാളെ വർക്കിംഗ് ഡേ അല്ലേ? അല്ല, പിള്ളേർക്ക് സ്കൂൾ ഉണ്ടാവും. അതെ, ഇനിയിപ്പോ ഈ അവധിയായിട്ട് ഡൽഹിയിൽ ഇങ്ങനെ വന്ന് പുറത്തിറങ്ങുന്ന ആൾക്കാർ ശനി ഞായറൊക്കെ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്കോട് വരുന്നത്. കാൽവിൻ എന്ത് ചെയ്യേ? പിള്ളേർക്ക് പിന്നെ ഇഷ്ടം പോലെ ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഇരുന്നോടാ നീയും കൂടെ. അതുകൊണ്ട് മെയിൻ ആൾക്കാർ എല്ലാ ആൾക്കാരും മൊത്തം ഇങ്ങോട്ട്. മുടി എങ്ങനെയുണ്ട് കണ്ണിനകത്ത്? ഫോട്ടോ ടേക്കിംഗ് എല്ലാം ബോത്ത് സൈഡ് ഇങ്ങനെ ഷോപ്സ്, ചെറിയ ഷോപ്സ്, വെള്ളത്തിന്റെ, കൂൾ ഡ്രിങ്ക്സ്. കച്ചവടക്കാരിങ്ങനെ കടകളായിട്ട്, ചെറിയ ചെറിയ കടകളായിട്ട് ഇങ്ങനെ ഐസ്ക്രീംസ്, ഫുഡിന്റെയും ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസിന്റെ. നല്ല റഷാണ്. ഈ സൈഡ് മൊത്തം ഐസ്ക്രീം. ഇങ്ങനെ ഈ പോകുന്ന വഴികളിൽ നമ്മള് ഇന്ത്യ ഗേറ്റിൽ പോയി, കുറച്ച് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കുടുംബശ്രീ പോയി, ഓരോ പഴംപൊരി, ബനാന ഷേക്ക് കുടിച്ചു. ഷേക്കൊക്കെ കുടിച്ചു.
ഞങ്ങള് തിരിച്ചു പോയേ അതൊക്കെ ഇനിയിപ്പോ വീട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുക. തിരികെ പോകുന്ന വഴികളുടെ സൈഡിന്റെ ഇങ്ങനെ ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇപ്പൊ ഭയങ്കര ഹ്യൂമിഡിറ്റി, ഭയങ്കര ചൂടാണ്. ഇന്ത്യ ഗേറ്റിന്റെ സർക്കിളാ. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ സർക്കിൾ അല്ലേ? സർക്കിൾ സർക്കിൾ വഴി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക നമ്മള്. നമ്മുടെ റൈറ്റ് സൈഡിലാട്ടോ ഇന്ത്യ ഗേറ്റ് വരുന്നത്.